സ്വാഗതം. നമ്മുടെ പഴയ മൊബൈലിൽ പൊട്ടിപ്പോയി ഗൈസ്. അത് എന്താണെന്ന് ഞാൻ വെള്ളത്തിനടിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. മൊത്തത്തിൽ വലിച്ചു പൊട്ടി. അവസാനം വെള്ളത്തിൽ വീഡിയോ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കയറി അവിടെ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മുടെ സ്വന്തം ക്യാമറമാൻ ബുക്ക് എടുക്കാനായിട്ട് താഴെ വീണ് അതിന്റെ ബാറ്ററി രണ്ടായിട്ട് അങ്ങനെ അവസാനം നമ്മുടെ ചാനൽ വെച്ച് മെമ്മറി കാർഡ് പാതി കൊണ്ട് കിട്ടി. അങ്ങനെ ഞാൻ അത് പെൺഡ്രൈവിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടർ കൊടുത്തതിന്റെ പാസ്വേഡ് ഈ കഷ്ടപ്പെട്ട് എടുത്ത് ക്യാമറ മൊബൈൽ കൊടുത്ത് ആ മെമ്മറി കാർഡ് ഒരു ദിവസം എന്താണെന്ന് അറിയില്ല ഞാൻ രാവിലെ പൊട്ടിപ്പോയി. അത് എന്തോ സംഭവിച്ചാണ് ഈ നമ്മൾ ഞാൻ വിജയം അറിയില്ല. സോ അങ്ങനെ എന്റെ മൊബൈലിൽ ഞാൻ ഇന്ന് രാവിലെ 9 മണിയായ സമയത്താണ് എനിക്ക് ഈ അക്കൗണ്ട് തിരിച്ച് ലഭിച്ചത്. സോ ഇനി അടിക്കടി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടാവുക. സോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, നമ്മുടെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. സോ താങ്ക് യു ഫോർ ദാറ്റ് സപ്പോർട്ട്. ഇനിയോ സപ്പോർട്ട് ഉണ്ടാവണം. ഇനി അടിക്കടി വീഡിയോസ് ഉണ്ടാവും, നിങ്ങൾ ആരും പേടിക്കേണ്ട. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെറ്റ്സിനെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. സോ നമുക്ക് ഗൈസ്, യവനാണ് നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടൻ ബെല്ല. ഞങ്ങളിത്തിരി കുസൃതിയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ അടുത്തോട്ടൊക്കെ പോണ ആളേക്ക് സ്നേഹം കൊണ്ടാണ് പുള്ളിക്കാരൻ ചാടണത്. എന്നാലും ഇത്തിരി പുറത്തുനിന്ന് പറഞ്ഞ ആളുകളെ കാണുമ്പോൾ കുരയ്ക്കുകയൊക്കെ ചെയ്യും. പെണ്ണാണ് ഗൈസ്, ഫിമെയിൽ അല്ലേടി ആണ് ആണ്. സോ ഗൈസ്, ഇവിടെ കണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഡോഗിയാണ്. ഡോബർമാൻ ബ്രീഡിലെ അമേരിക്കനാണ്. അത്യാവശ്യം ഹ്യൂജ് സൈസുള്ള ഒരു ബ്രീഡ് തന്നെയാണ്. ഇവന് ഏതാണ്ട് ഒരു 1.5 വയസ്സൊക്കെ ആയിട്ടുണ്ട്. നമ്മളെയുള്ള മീനുകളുടെ ഫസ്റ്റ് ടാങ്കാണ് അത്. പച്ചകില് ബ്ലാക്ക് വരെയുള്ള ഒരു മീനെ കണ്ടോ, അത് ഗ്രീൻ ടൈഗർ ബാർഡ്സ് ആണ്. 2 പേരുണ്ട്. പിന്നെ ഇവര് ഈ കൊച്ചു കൊച്ചു മീനുകൾ അത്രയും സീബ്രാസ് ആണ്, യെല്ലോ ഗ്രീൻ. ഇതിനകത്ത് യവനാണ് ഈ സീബ്രാസിൽ ഒരു പ്രത്യേകതര സീബ്ര. യവൻ 2 പേരുണ്ട്. ഇവരെയാണ് ഗ്രീൻ സീബ്രാസ് എന്ന് വിളിക്കുന്നത്. ഫിലമെന്റ് ഗ്രീൻ സീബ്ര, റോസ് സീബ്ര, റോസ് അല്ല റെഡ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ബ്ലൂ സീബ്ര. ഇത്രയും പേരാണ്. പിന്നെ ഇത് അങ്ങ് അറ്റത്ത് ഒരു വരയല്ല, മുഖത്തൊരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടേക്കണ കണക്കുള്ളൊരു മീനുണ്ട്. ആ ഫിൽറ്ററിന്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ് പുള്ളിക്കാരി. അതാണ്. അപ്പം പുള്ളിക്കാരിയുടെ പേരാണ് മിസ് കേരള. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഭയങ്കര പുട്ടിയൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് മിസ് കേരള എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ കൊച്ചു മീനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. യെസ്, നിയോൺ ടെട്രയാണ്. നമ്മൾ 8 നിയോൺ ടെട്ര വാങ്ങിച്ചുകൊണ്ട് ഇട്ടാണ് ഇതിനകത്ത്. പിന്നീട് നമ്മൾ റെയിൻബോ ഷാർക്കിനെയും 2 തോട്ടിമീനെയും പിടിച്ചുകൊണ്ട് ഇട്ടിരുന്നു ജസ്റ്റ് ഒരു ഭംഗിക്ക്. പക്ഷേ അതിലാരോ ഒരാൾ ഇവരിൽ നിയോൺ ടെട്രനെ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്കിതിൽ 2 സ്നെയിൽസും 2 ഷ്രെംസും ഉണ്ടായിരുന്നു. അവരെയും തട്ടിക്കളഞ്ഞു ഗൈസ്. അപ്പോഴ് നമ്മൾ അവരെ എല്ലാവരും മാറ്റിയിട്ടുണ്ട്. നിയോൺ ടെട്രകളെ തട്ടിയെന്ന് നമ്മൾ അറിഞ്ഞില്ല ഗൈസ്. അതാണ് പറ്റിയ കുഴപ്പം. ഇപ്പം അവരൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം 3 ഉള്ളൂ. ബാക്കി നമ്മളിനി എന്തെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് മീനുകളൊക്കെ. സോ പിന്നെ ഗൈസ്, ഇതാണ് ഫൈറ്റേഴ്സ്. ഇത് മുഴുവൻ മെയിൽ ഫൈറ്റേഴ്സ് ആണ്. ഇത് വന്നിട്ട് ഗാലക്സി കളറ്, മിൽക്കി. പിന്നെ ഞാൻ ഇവർക്ക് ഓരോ പേരിട്ടിട്ടുണ്ട്. ഗാലക്സി, മിൽക്കി, പ്ലൂട്ടോ. ഇവർ 3 പേരുമാണ് എൻ്റെ ഉള്ള മെയിൽ ഫൈറ്റേഴ്സ്. ഫീമെയിൽസ് ഇല്ല, ഞങ്ങൾ ജസ്റ്റിന് ഷോയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഈ ടാങ്ക് ഇവിടെ ചുമ്മാ കിടന്നത് കൊണ്ട് ഒരു കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നമുക്ക് മണ്ടയിൽ മീനുകളുണ്ട്, നമുക്ക് അവിടെയും പോയി കണ്ടു. സോ ഗൈസ്, ഇത് നമ്മളൊരു ഫ്രിഡ്ജാണ്, നമ്മുടെ ഒരിടത്തു നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് 2 ഓസ്കാറുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്തോ കണ്ടോ, 2 ഓസ്കാറുകളുണ്ട്. ഒരു ഫയർ റെഡും പിന്നെ ഒരു ടൈഗർ ഓസ്കാറുമാണ് ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തോട്ടുമീനുകൾ 2 എണ്ണമുണ്ട്. മറ്റേ വരയൊക്കെയുള്ള മീനുകളാണ്. അവരുടെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. ഈ സൈഡൊക്കെ ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കട്ടെ. അവിടെ ഇവരൊന്നും കാണാനില്ലല്ലോ. അതോ കേസ് ഒരുത്തൻ കിടപ്പുണ്ടോ അവിടെ. അങ്ങനെ ക്യാമറ കിട്ടുമോ എന്തോ കേസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ നമ്മുടെ റെയിൻബോ ഷാർക്കിലെ ബ്ലാക്ക് റെയിൻബോ ഷാർക്ക് ഇതിനകത്തൊരു ഓർത്തുണ്ട്. നമ്മൾ താഴത്തെ ഇത് ഫിഷ് ടാങ്കിൽ ഇട്ടുന്നതാണ്. പക്ഷേ അത് അവരാണോ ഇനി കൊണ്ടിട്ട് കൊല്ലണേന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ അവരെ. എൻ്റെ കയ്യിൻ്റെ ഇത്രത്തോളം സൈസ് വരുന്ന ഒരു സക്കർ ഫിഷ് ഇതിനകത്തുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു ഗൗരാമി ഇതിനകത്തുണ്ട്. പിന്നെ കുറച്ച് ഗപ്പികൾ ഇതിനകത്തുണ്ട്. ഞാൻ ഇതിനകത്ത് പിന്നെ തോട്ടിൽ നിന്ന് ഒരു ഞണ്ടിനെയും പിടിച്ചുകൊണ്ടൊന്ന് ഇട്ടിരുന്നു. അതാ നിങ്ങൾക്കൊരു ഗൗരാമി പോയത് കാണാം ഇപ്പം. അയ്യോ, എന്നെ കാണാനില്ലല്ലോ. ഇതാ ഒരു സക്കർ കിടക്കുന്നു കണ്ടോ, ഒരു കല്ലിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് പുള്ളി.
ഇത് അമ്മയാണ്. ഇതിനകത്തെന്ന് പറയുമ്പോഴേ നമ്മളെ ഡെംബോ ഗിയറിൻ്റെ കുട്ടികളുണ്ട്. പിന്നെ ഡെംബോ ഗിയറിൻ്റെ ഒരു മെയിലും 2 ഫിമെയിൽസും ആണെന്ന് തോന്നുന്നു ഇതിനകത്തുള്ളത്. പിന്നെ നമ്മളെ ഡയമണ്ട് ബ്ലാക്ക്, അതായത് നമ്മളെ ഫുൾ ബ്ലാക്കിൻ്റെ കുട്ടികളുണ്ട്. പിന്നെ നമ്മളെ ഇത് റെഡ് കോയുടെ കുട്ടികളും ഇതിനകത്തുണ്ട് ഗൈസ്. കുട്ടികളല്ല, ഇവരിപ്പോൾ ഏതാണ്ടെങ്കിലും മെച്ചുവറായി. ബ്രീഡിങ് സ്റ്റേജ് ആയില്ല. ബ്രീഡിങ് സ്റ്റേജ് ആവുമ്പോൾ ഇനിയും കുറച്ച് കഴിയും. എൻ്റെ വീട്ടിലെ പൂച്ച ഇത് ഫിമെയിലാണ്. ഞങ്ങൾ ഇതിന് ഇട്ടേക്കുന്ന പേര് കരി എന്നാണ്. കരി ഒരു വെറൈറ്റി പേരല്ലേ. സോ ഇവൻ്റെ അമ്മൂമ്മ വന്നിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോഴേ തലമുറയൊക്കെ ഇല്ലേ ഇരിക്കുന്നത്, അതൊക്കെ പറയാനുള്ള സമയമില്ല. പിന്നെ ഓൾ പ്രഗ്നൻ്റ് ആണ്. എന്തെങ്കിലും ആയി കാണുമായിരിക്കും. പ്രഗ്നൻ്റ് ആണ്, അതാണ് ഇപ്പോൾ ഇത്രയും വയലൻ്റായി കാണിക്കുന്നത്. നമ്മളൊന്നും പിടിക്കുന്ന ഇഷ്ടമല്ല. ഫുൾ ബ്ലാക്ക് ആണ്, വേറെ ഒരു കളറും ഇല്ല. രാവിലെ എനിക്ക് 2-3 വാങ്ങത്തൊക്കെ കിട്ടിയിരുന്നു. ഇത്തിരി ഡേഞ്ചറാണ്. നമ്മളെ ബെല്ലേ വരെ അടിച്ചൊതുക്കി നിർത്തിയതാണ്. സോ അടിയില്ലാതെ കൈ പിടിച്ചാൽ ശരിയല്ലേ. ഓപ്പൺ കേജ്. ഇതിനകത്തെന്ന് പറയുമ്പം 2 പേര് പ്രാവും 5 ലവ് ബേർഡ്സ് ആണുള്ളത്. സോ നമുക്ക് ഇവരെ അകത്ത് കയറി നമുക്ക് കാണാം. ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പ്രാവുകൾ. ഇവൻ വന്നിട്ട് സോ ഗൈസ്, ഇവനാണ് ഷോർട്ട് ഫേസ്. നല്ല മാർക്കിംഗ് ഉള്ള ഒരു ഫുൾ ബ്ലാക്ക് ഷോർട്ട് ഫേസ് ആണ്. സിൽവർ ഐയൊക്കെ കയറി വന്ന ഇതിൻ്റെ ചുമ്മാ കുട്ടപ്പനാണ്. നമ്മുടെ മാടപ്രാവിനെയൊക്കെ പോലെ ഇരിക്കുന്നത്. ഒരു സ്മാൾ സൈസാണ്. അവൻ മെയിലാണ്. നമുക്കിനി അടുത്തവനെ പിടിക്കാം. സോ ഗൈസ്, ഇവനാണ് ഔൾ. നമ്മളെ ഒരു നല്ല മാർക്കിംഗ് ഉള്ള ഔളാണ്. യെല്ലോ ഐയൊക്കെ ഉള്ള ഒരു ചുന്നൊക്കെ പൗളാണ്. ഇവനെ നമ്മളെ ഷോർട്ട് ഫേസിനെയാണ് ഇതിപ്പോൾ ഇട്ടേക്കണേ. ഷോർട്ട് ഫേസ് നല്ലൊരെണ്ണത്തിന് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഷോർട്ട് ഫേസ് ഇവരെ എടുക്കാതെ. പിന്നെ ഇവൻ വന്നിട്ട് ഫിമെയിലാണിത്. ചുന്നൻ കുട്ടപ്പിയാണ്, നല്ല ചുമ്മരിയാണ്. പിന്നെ വന്നിട്ട് ബ്രൗൺ ആൻഡ് ഇത് വൈറ്റ് ആണ് വന്നിട്ട്. സോ നമുക്ക് ഇവരെ കൊള്ളാം. സോ ഗൈസ്, ഇവനാണ് RK ഏഞ്ചൽ. ഗൈസ്, നമ്മളെ കൂട്ടിലുള്ള RK ഏഞ്ചലാണ്. നല്ല ക്വാളിറ്റിയുള്ള ഇവൻ പെയർ തന്നെയാണ്. ഇത് ഫിമെയിലാണ്. ഇവിടെ ഇങ്ങനെ ബ്രൗണിഷ് കളർ കയറി വന്നിട്ടുണ്ട്. കറക്റ്റ് മാർക്കിംഗ് ഉള്ള ഒരു തന്നെയാണ്. ചുഞ്ചുരുവായ നമുക്ക് ഇവനെയും കൂടി അങ്ങോട്ട്. ഇവനാണ് ഈ കൂട്ടിലുള്ള വില്ലൻ ഗൈസ്. അപ്പോൾ ഇവൻ RK ഏഞ്ചൽസിന് മെയിലാണ്. നല്ല മാർക്കിംഗ് ഉള്ളൊരു മെയിൽ തന്നെയാണ്. ഇവർ രണ്ടുപേരും നല്ല പെയറായിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്. സോ ഇവനാണ് ഈ കൂട്ടിലുള്ള ഈ മറ്റേ ഷോർട്ട് ഫേസിനെയും ഔളിനെയും അവൻ കൊത്തും ഗൈസ്. അവളും കൊത്തും. ഒത്തിരി ടെററാണ്, കയ്യിലിരിക്കുന്നില്ല. എന്തായാലും പിന്നെ മുറ്റത്തവരാണ് മാടപ്രാവ് വന്നിരിക്കുന്നത്. ഇവരെ കണ്ടിട്ടായിരിക്കും. ഇവർ ഇത്രയും പേര് നമ്മളുള്ള ലവ് ബേർഡ്സ്. 2 ഗ്രീൻസ്, 2 ബ്ലൂ, പിന്നെ 1 യെല്ലോ ആൻഡ് ഗ്രേ മിക്സ്ഡ് ആണത്. ഇത്രയാണ് നമ്മളെയുള്ള ലവ് ബേർഡ്സ് ഗൈസ്. അവരെല്ലാം ഇപ്പോൾ പ്രാവുകളൊക്കെ പറക്കണാണ്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പെറ്റ്സ് ഗൈസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സ്ഥിതിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. സോ സൈനിങ് ഓഫ്.